പാസ്റ്റർമാർ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിശ്വസ്തത കാണിക്കുന്നില്ല എന്നൊരു വലിയ ആരോപണമുണ്ട്. അത് പലപ്പോഴും അത് സത്യമാണെന്നുള്ളത്. ബഹുഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ന്യൂനപക്ഷമെങ്കിലും അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളിൽ വിശ്വസ്തത കാണിക്കാത്തത് കൊണ്ട് മുഴുവൻ സമൂഹത്തിനും അത് ഒരു നാണക്കേടായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. അത് നിമിത്തം അനേകർ സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു, യൂദയെപ്പോലെ അനേകർ ഉറ്റിക്കൊടുക്കുന്നു. അല്ലെങ്കിൽ അനേകരെ അത് ക്രൂശിലെത്തിക്കുന്നു, അനേകരുടെ വിശ്വാസ ജീവിതത്തെ തന്നെ അത് തകർത്ത് കളയുന്നു, ചിതറിച്ച് കളയുന്നു എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ലോകത്തിനും അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആത്മീക സമൂഹത്തിനെങ്കിലും മാതൃകയായി ഇരിക്കേണ്ടുന്ന പാസ്റ്റർമാർ ഇങ്ങനെ ദ്രവ്യാഗ്രഹത്തിൻ്റെ പേരിൽ അവർ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനോട് ആർത്തിയുള്ളവരായി ജീവിക്കുന്നത് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രസംഗം കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ലാതെ പോകുന്നു. ജനം അവരിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ ഇമേജ് എന്താണെന്നുള്ളത് മിസ്റ്റർ രാഹുൽ ഈശ്വർ പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹമാണ് കേരളത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള സമൂഹം എന്നാണ് നമ്മൾ ഏറ്റവും പൊതുവെ കരുതാറുള്ളത്. കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലൊക്കെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും അടക്കം എല്ലാവർക്കും മാതൃകയാണ്. എന്നാൽ ഈ മാതൃകാപരമായ ജീവിതം തകർത്ത് കളയുന്നത് കൂടുതലും വിശ്വാസികളല്ല, അത് പാസ്റ്റർമാരാണെന്നുള്ളത് തികച്ചും ലജ്ജാകരമായ കാര്യമാണ്. പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇടയന്മാർ എന്ന് പറയുമ്പോൾ ആടുകളെ നടത്തുന്നവർ. അങ്ങനെ ആടുകളെ നടത്തുന്നവർ തന്നെ തെറ്റിപ്പോകുമ്പോൾ അവരെ തെറ്റിതിരുത്താൻ ആര് ഈ സമൂഹത്തിലുണ്ട്? പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കോട്ടയത്ത് നടന്ന ഒരു ഇൻസിഡൻറ്റ്. പാസ്റ്ററിൻ്റെ വേഷം ധരിച്ചു വന്ന ഒരു വ്യക്തി ഒരു വിശ്വാസിയെ വഞ്ചിച്ച വഞ്ചന, ആ ഇൻസിഡൻറ്റ് പാസ്റ്റർ ഫിന്നി യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ആസാദിയുടെ ഒരു പ്രേക്ഷകൻ ഫോൺ കോൾ ചെയ്ത് ചില വിവരങ്ങൾ പറഞ്ഞു. അതായത് തനിക്കുണ്ടായ വലിയ ഒരു ചതിവിനെക്കുറിച്ച്, അതും പെന്റിക്കോസ്റ്റൽ പാസ്റ്റർ എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു വലിയ ചതിവിനെക്കുറിച്ചാണ് അദ്ദേഹം വിവരങ്ങൾ പങ്കുവച്ചത്. ഞാൻ ആ ഫോൺ കോളിൽ കൂടെ തന്നെ ഈ എന്നെ വിളിച്ച് ഇൻഫർമേഷൻ എന്ന ആളിനെ അല്പം ശകാരിച്ചൊക്കെ സംസാരിച്ചു. കാരണം ഒന്നുമല്ല, 42 ലക്ഷം രൂപയാണ് പാസ്റ്റർ എന്ന ലേവലിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഈ എന്നെ വിളിച്ച ആളിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര മണ്ടത്തരം എന്തിനാണ് കാണിച്ചത്? 42 ലക്ഷം രൂപയൊക്കെ അങ്ങനെ ഒരാൾക്ക് അങ്ങ് എടുത്തു കൊടുക്കുകയാണോ? ഇതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? നമ്മൾ ആരും അങ്ങനെ ചെയ്യുകയില്ലല്ലോ. അപ്പോൾ തെറ്റ് നിങ്ങളുടേതുമാണ്. ആരെങ്കിലും ഒരാൾ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ പൈസ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? സ്വർണം കൊടുത്തവരുണ്ട് ഈ മനുഷ്യന്. അതുപോലെ തന്നെ ചില പാസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ കടം കൊടുത്ത് ഈ മനുഷ്യൻ ഈ ഡി ഒക്കെ കാണിച്ചിട്ടായിരിക്കുക. എന്താണെങ്കിലും ഇവരെ എല്ലാം ചതിച്ചിട്ട് നല്ലൊരു തുക കൈക്കലാക്കിയിട്ട് ഈ വ്യക്തി കേരളം വിട്ടു പോയിരിക്കുകയാണ്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയെക്കുറിച്ച് സമൂഹത്തിൽ ഒരു ഇമേജ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്, വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്, വിശ്വാസം പഠിപ്പിക്കുന്നവരാണ്, സകലതും വിശ്വാസം ആധാരമാക്കി നിലകൊള്ളുന്നവരാണ് പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവർ. അതെ, പെന്തക്കോസ്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വിശ്വാസമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുക എന്നുള്ളത് ഏത് ബലഹീന ജനവും ചെയ്തു പോകും. പ്രത്യേകിച്ചും വിവേചനത്തിൻ്റെ കണ്ണുകളില്ലാത്തവർ, വെളിപ്പാടിൻ്റെ കണ്ണുകളില്ലാത്തവർ ഇങ്ങനെയുള്ളവരെ അന്ധമായി അങ്ങ് വിശ്വസിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ പലരും പല സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്. പലരും വരുന്നത് പാസ്റ്ററിൻ്റെ വേഷം കെട്ടിയാണ്. ആരും വിശ്വാസികളുടെ വേഷം കെട്ടിയിട്ട് വന്ന് ചോദിക്കുന്നില്ല, ഞാൻ ഇന്നിടത്ത് വേല ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന സഭയിൽ കൂടി വരുന്ന വ്യക്തിയാണ്, എനിക്ക് ഇന്നതുപോലെ ഒരു ആവശ്യമുണ്ട്, ഇച്ചിരി ഒന്ന് സഹായം ചെയ്യുമോ എന്ന് ചോദിച്ച് ആരും വിശ്വാസിയുടെ വേഷം കെട്ടി വരുന്നില്ല. മറിച്ച് പാസ്റ്ററിൻ്റെ വേഷം കെട്ടി വന്നാണ് പലരും ഇതുപോലെയുള്ള ചതിക്കുഴികൾ വെട്ടിക്കൊണ്ടു പോകുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും കേട്ടതുമായ അനേകം സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ഇവിടെ ഇദ്ദേഹം പാസ്റ്റർ ഫിൻ്റെ പറയുന്നത് പുതിയൊരു പാസ്റ്ററിൻ്റെ ലേബലിൽ വന്നു, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയാണത് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ പഴയ പാസ്റ്റർമാരും ഇതേ വേഷം കെട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നുപോയി. ചിലത് പബ്ലിക്കിൽ പറയണമെന്ന് തന്നെ എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സുവിശേഷ വേല ചെയ്ത് ജീവിക്കുന്നവർക്ക് ഒരു ലൈസൻസ് കിട്ടുന്നത് പോലെയാണ്, മറ്റുള്ളവർ ചോദിക്കാൻ അവർക്കൊരു റൈറ്റ് ഉണ്ട് എന്ന മാതിരിയാണ് പലരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ചോദിക്കുന്നത്. എന്നാൽ ആ സ്ഥാനത്ത് ഒരു വിശ്വാസിക്ക് തങ്ങളുടെ ആവശ്യം പുറത്തു പറഞ്ഞ് ആരുടെങ്കിലും പണം ചോദിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പുറത്തു പറയാനോ അത് സഭയിൽ പോലും എഴുതിട്ടെന്ന് പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവരിരുന്ന് ഞെരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരാവശ്യം, നമ്മൾ വിശ്വാസികൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുൻപിലില്ല. എന്നാൽ പാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ചോദിക്കാൻ സഭയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പറയാൻ വിശ്വാസികളുടെ ഭവനങ്ങൾ അനേകമുണ്ട്, അല്ലെങ്കിൽ അനേകരുടെ ഫോൺ കോൾ ഉണ്ട്. വിളിച്ച് ഗൾഫിൽ വിളിക്കണോ, അമേരിക്കയിൽ വിളിക്കണോ, ഇനിയിപ്പം പോയിട്ട് പിന്നെ ഇംഗ്ലീഷ് കൺട്രീസ് എല്ലാം ഉണ്ട്, അവിടെയൊക്കെ നമ്പർ അങ്ങോട്ട് സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആവശ്യം വരുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് അവർക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നതുപോലെയാണ് സുവിശേഷ വേലയെ അവർ കാണുന്നത്. അതുകൊണ്ടായിരിക്കാം പാസ്റ്ററിന്റെ വേഷം കെട്ടി ഇങ്ങനെ വന്ന് ജനത്തെ ചതിക്കുന്നത്. ഒരിക്കലൊരു വ്യക്തി ഒരു സംഭവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഗൾഫിൽ വിസിറ്റിങ്ങിന് വന്ന ഒരു കുടുംബം, പാസ്റ്ററും ഭാര്യയുമുണ്ട്. ആ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നന്നായി വചനം അഭിഷേകത്തിൻ്റെ നിറവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ് ആ പാസ്റ്റർ. അതിൻ്റെ കൂടെ ഭാര്യ വന്നത് കാരണം പ്രവചന ശുശ്രൂഷ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ വന്നപ്പോൾ നല്ല ഡിമാൻഡായിരുന്നു അവർക്ക്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അനേകർ ഈ കുടുംബത്തെ വിളിച്ചു, അവരുടെ ശുശ്രൂഷ അനുഭവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ആൻറ്റിയും ഈ കുടുംബത്തെ വിളിച്ചു, ശുശ്രൂഷ അനുഭവിച്ചു. അപ്പോൾ ഈ ആൻറ്റിയുടെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പ്രവചനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ അംഗീകരണം കൊടുക്കാത്തത് കാരണം ആ ഹസ്ബൻഡിനെ അറിയിക്കാതെയാണ് ഈ ആൻറ്റി വിളിച്ച ശുശ്രൂഷ അനുഭവിച്ചത്, അല്ലെങ്കിൽ അവരുടെ അരികെ ചെന്നിരുന്ന് ശുശ്രൂഷ അനുഭവിച്ചതുമെല്ലാം. പക്ഷേങ്കിൽ സംഭവിച്ചത് 3 മാസത്തെ വിസിറ്റിങ്ങിനാണെന്ന് തോന്നുന്നു വന്നത്. വന്ന 3 മാസം അവരോടൊപ്പം സഹകരിച്ചു. ആൻറ്റി ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പണം കൊടുത്ത് സഹായിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടുന്ന് വിസിറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോഴും നല്ല രീതിയിൽ സഹായിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ ആദരിച്ചു വിട്ടു. നാട്ടിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ആൻറ്റിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാസ്റ്ററാണ് വിളിക്കുന്നത്. ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മദ്രാസിൽ ഒരു വേല ഇതുപോലെ ആരംഭിച്ചു, അതുകൊണ്ട് അവിടെ ഒരു പാസ്റ്ററിനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ പാസ്റ്റർക്ക് ഇത്ര ശമ്പളം കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് പൈസ ഇത്ര ആവശ്യമുണ്ട്, അയച്ചു തരണമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചതാണ്, അതുകൊണ്ട് തന്നെ ആൻറ്റിക്കൊന്നും തോന്നിയില്ല, ഹസ്ബൻഡിനോട് പറയാൻ പറ്റത്തില്ല, ആ പൈസ അയച്ചു കൊടുത്തു. 1 മാസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പാസ്റ്റർ തന്നെ ഫോൺ കോൾ ചെയ്തിട്ട് പറയുകയാണ്, ഈ മാസം ഞങ്ങൾക്ക് ഇത്രയും ചിലവുണ്ട്, ആ ചിലവിനുള്ള പൈസ അയച്ചു തരണം പറഞ്ഞു വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ വിഷയം നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനോട് കൂടെ പറ, ഇതാണ് നമ്പർ വാങ്ങിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കൂടെ വിളിച്ച് പറയാൻ പറഞ്ഞു. തല്ലിക്കൊന്നാൽ ഈ പാസ്റ്റർ ഹസ്ബൻഡിനെ വിളിക്കുകയല്ല, വീണ്ടും ഇവരോട് ഇതേ ആവശ്യം പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എപ്പോഴെല്ലാം വിളിച്ചോ അപ്പോഴെല്ലാം ആൻറ്റി ഇതേ കാര്യം പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വർഷങ്ങളോളം വിളിക്കില്ലായിരുന്നു, 10-15 വർഷത്തോളം പിന്നീട് കോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വീണ്ടും ഈ ആൻറ്റിക്ക് കോള് വരുന്നു, ഇതേ പാസ്റ്ററാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളുടെ വിവാഹമാണ്, അവിടെ എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മോളുടെ കല്യാണമാണ്, അതിനെന്തുമാത്രം ചിലവ് വരും, പ്രത്യേകിച്ച് സുവിശേഷ വേല ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായിട്ട് നല്ലൊരു തുക ഈ ആൻറ്റി അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പം വിളിച്ചു, നിങ്ങൾ പൈസ അയച്ചായിരുന്നു, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, ഞാൻ അയച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ പണം കൈപ്പറ്റി. പിറ്റേ ദിവസം വീണ്ടും വിളിക്കുകയാണ്. വിളിച്ചിട്ട് അതോ 2 ദിവസം കഴിഞ്ഞിട്ടാണോ വിളിച്ചിട്ട് വീണ്ടും പറയുകയാണ്, ഇതുപോലെ പണം അയച്ചത് കിട്ടിയിരുന്നു, പക്ഷേ അത് തികഞ്ഞില്ല, ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണം ബാങ്കിൽ കൊണ്ട് പണയം വെക്കാൻ പോവുകയാണ്, എന്നിട്ട് കിട്ടുന്ന തുക അഡ്ജസ്റ്റ് ചെയ്യാനാണ്, കുറച്ചുകൂടെ പണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വീണ്ടും ഈ പാസ്റ്റർ വിളിക്കുകയാണ്. ഈ ആൻറ്റി ഒന്നും പറഞ്ഞില്ല, ഫോൺ വെച്ചു. അപ്പം വാട്സപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം വാട്സപ്പ് തുറന്നിട്ട് നല്ലൊരു മെസ്സേജ് ഈ പാസ്റ്റർക്ക് കൊടുത്ത മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റി പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വീകരിച്ചത് നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകവും നിങ്ങളുടെ ശുശ്രൂഷയുമൊക്കെ കണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ സൗന്ദര്യം കണ്ടാണ് ഞാൻ നിങ്ങളോട് അടുത്തത്. അത് നിമിത്തം എനിക്ക് കഴിയാവുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ മാനിച്ച് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന നിമിത്തമാണ് ഞാൻ ആ ഒരു ബന്ധത്തിലാണ് നിങ്ങളെ സഹായിച്ചതും എടുത്തതുമെല്ലാം. നിങ്ങൾ മറ്റുള്ള ജനത്തെ പഠിപ്പിക്കുന്നു, വിശ്വാസം എന്തെന്നുള്ളത് നിങ്ങൾ സ്റ്റേജിൽ കയറി നിന്ന് നന്നായി പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ഫോൺ എടുത്ത് വെച്ച് അവിടെയും ഇവിടെയും വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്നു. നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ജനത്തെ വിശ്വാസം പഠിപ്പിക്കാൻ കഴിയുന്നത്? ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഉപയോഗിക്കാതെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആ വിഷയത്തിലൊരു മറുപടി കണ്ടെത്താതെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വന്നൊന്ന് പ്രസംഗിക്കുവാൻ കഴിയും? അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മാതൃകയില്ലാത്ത ജീവിതം കണ്ട് നിങ്ങളുടെ തലമുറകൾ നാളെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമോ എന്നിങ്ങനെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ആൻറ്റി ഫോൺ വെച്ചു. പിന്നീട് ഒരിക്കൽ പോലും ആ പാസ്റ്ററിൽ നിന്നൊരു ഒരു കോൾ വരികയോ അങ്ങനെ ഒരു ശല്യം ഈ ആൻറ്റിക്ക് പിന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞ കാര്യം. സത്യം പറഞ്ഞാൽ എത്രയോ ശരിയായ കാര്യമാണ്. വിശ്വാസികളെ വിശ്വാസം പഠിപ്പിക്കുന്ന, പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു കാര്യം വരുമ്പോൾ ഒരു ലൈസൻസ് കിട്ടിയതുപോലെ ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് നിശ്ചയമായ ഒരു വരുമാനമില്ലേ, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള രീതിയിൽ ആ സുവിശേഷ വേലയെ മുൻപിൽ വെച്ചുകൊണ്ടാണ് ഇവർ ഇരക്കുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട്. പക്ഷെങ്കിൽ
ഇവരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം, ആ അഭിഷേകത്തെ ഉപയോഗിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരെ ഇവർ പഠിപ്പിക്കുന്ന വചനം തങ്ങളുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ കൊണ്ട് ഇങ്ങനെ ഇരക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത് വിശ്വാസ ലോകത്തിന് തന്നെ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിന് തന്നെ അതൊരു അപമാനമെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇത് പുറത്ത് പറയണമെന്ന് തോന്നി. ഇങ്ങനെ അനേകം സംഭവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മമ്മിയുടെ കണക്ക് വെച്ച് പറഞ്ഞാൽ 1980 ഞങ്ങൾ തുടങ്ങിയതാണ് വിശ്വാസ ജീവിതം. അന്ന് മുതൽ അനേകം പാസ്റ്റർമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അവരുടെ ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ സകല ബഹുമാനം സൂക്ഷിച്ചുകൊണ്ട് സകല ഭക്തിയോടെ ഞങ്ങൾക്ക് ഓർത്തിരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു പാസ്റ്റർ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ഞങ്ങളോട് സഹകരിക്കുന്ന, ഞങ്ങൾ കൊടുക്കുന്ന തുക വാങ്ങിക്കൊണ്ട് പോകുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു മുഷിച്ചിലുമില്ലാതെ എനിക്ക് തന്നത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഇനി ഞാൻ അവരുടെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് പോകത്തില്ലെന്നോ അങ്ങനെ യാതൊരു മുറുമുറുപ്പും പുറുപുറുപ്പും ഇല്ലാതെ വന്ന് ശുശ്രൂഷിക്കുന്ന ഒരേ ഒരു ഭക്തനെ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ ശുശ്രൂഷകളുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ അധികം ശുശ്രൂഷ ചെയ്യുന്നവരാണ്, കൃപകളും കൃപാവരങ്ങളും ഒക്കെ ചുമക്കുന്നവരാണെങ്കിലും ഈ പണത്തിൻ്റെ കാര്യം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു മുറുമുറുപ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു മാന്യ അദ്ദേഹം ഒരിക്കലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. നല്ല ഒരു സഭ അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു ഒതുങ്ങി കഴിയുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്നും പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിനും മീതെ ഞങ്ങൾ അദ്ദേഹമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇന്നും അതേ മനോഭാവമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോടുള്ളത്. ഞങ്ങൾ കൊടുക്കുന്നത് വാങ്ങിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കുറച്ചിൽ പറയുക, അതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് ചെയ്യുക, ഒന്നും ഇദ്ദേഹത്തിൻ്റെ വായിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് മമ്മി അദ്ദേഹത്തെ പലപ്പോഴും സഹായിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പണപ്പിരിവ് അല്ലെങ്കിൽ ദ്രവ്യത്തോടുള്ള ഈ ആഗ്രഹം എന്ന് പറയുന്നത് അത് പുതിയ പാസ്റ്റർമാർ മാത്രം വേഷം കെട്ടി വരുന്നവരല്ല, അത് പഴയ ആൾക്കാർക്കും അത് തന്നെയുണ്ട്. പണ്ട് ഒരു പഴയ ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹം സെൻട്രൽ പാസ്റ്ററായിട്ട് ഒരു സഭയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത തുക കുറഞ്ഞുപോയി. അദ്ദേഹം വന്നു, നല്ല രീതിയിൽ ആ സഭ മാനിച്ചു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ഒരു ആഹാരമൊക്കെ കൊടുത്തു, എല്ലാം നല്ല സ്നേഹത്തോടെ വിട്ടുപോയി. പക്ഷേങ്കിൽ കൊടുത്ത പണം കുറഞ്ഞു പോയി എന്നത് നിമിത്തം പിന്നെ ആ സഭയിൽ വരുന്നത് അദ്ദേഹം നിർത്തിക്കളഞ്ഞു. ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മറ്റൊരു സഭ ദശാംശം കൊടുക്കുന്നത് താമസിച്ചു പോയപ്പോഴത്തേക്കും അടുത്ത ആഴ്ച പിന്നെ പാസ്റ്ററിൻ്റെ പ്രസംഗം അനന്യാസും സഫീറിയും അവർ ദൈവസേനയിൽ വിശ്വസ്തത കാണിച്ചില്ല, ഞങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ, ഇങ്ങനെ ഒത്തിരിയും സംഭവങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷെങ്കിൽ ഞങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നവർ നിങ്ങളിൽ നിന്ന് നല്ല മാതൃകപരമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട് വിശ്വാസത്തിൽ മാത്രം നിൽക്കണമെന്നല്ല. ഇപ്പം ലോകത്തിൻ്റെ ചെലവ്, സമൂഹത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും. പാസ്റ്റേഴ്സ് ആയതുകൊണ്ട് അവർ പട്ടിണി കിടക്കണമെന്നോ അവരാരോടും ചോദിക്കരുത്, അവരുടെ ആവശ്യങ്ങൾ ആരോടും പറയരുത് എന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷെങ്കിൽ മാതൃകയുള്ളൊരു ജീവിതം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നിശ്ചയമായും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ചെലവുകൾ, മക്കളെ വളർത്തേണ്ടിയ പിന്നെ ആവശ്യങ്ങൾ, അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു സഭയിൽ ഒരു പാസ്റ്റർക്ക് ഒരു ഹീനത സംഭവിച്ചപ്പോൾ ആ സഭ ചെയ്തത്, ആ പാസ്റ്റർക്ക് എന്ന് പറഞ്ഞാൽ ദശാംശം മാത്രമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ മനഃപൂർവ്വദാനം കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പാസ്റ്റർക്ക് ഒരു താഴ്ച സംഭവിച്ചപ്പോൾ സഭ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ആ പാസ്റ്ററിനെ അതുപോലെ തള്ളിക്കളയുകയല്ലേ ചെയ്തത്, അല്ലെങ്കിൽ പാസ്റ്ററിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം ചിലവാക്കട്ടെ എന്നാൽ പറഞ്ഞ് ആ സഭ മാറി നിൽക്കുകയല്ലേ ചെയ്ത്. പാസ്റ്ററിൻ്റെ ആവശ്യം അറിഞ്ഞ് അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഹോസ്പിറ്റൽ കയറുന്ന നിമിഷം തുടങ്ങി ഇറങ്ങുന്ന നിമിഷം വരെ ഒരു 5 പൈസ എങ്ങനെ ചിലവാക്കിയെന്നുള്ള അദ്ദേഹം അറിഞ്ഞില്ല. മൊത്തം സഭയാണ് ഏറ്റെടുത്ത് ചെയ്തു കൊടുത്തത്. സോ ഇങ്ങനെ പാസ്റ്റർമാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുവാൻ കഴിയുന്ന ഒരു സമൂഹമാണ് ഇന്ന് ആത്മീയ ലോകത്തിലുള്ളത്. എന്നാൽ അതിനെയൊക്കെ മറികടന്ന് ഒരു വല്ലാത്ത ജീവിതം നയിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ജനം മരവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ജനം വിശ്വാസം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു മൂലച്യുതി സംഭവിച്ചിട്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്ന് മാറുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വം കുറഞ്ഞു പോവുകയില്ല. ഞാൻ പറഞ്ഞു, ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വത്തിന് കുറവ് സംഭവിക്കുന്നില്ല, ദൈവത്തിൻ്റെ മാന്യത നഷ്ടപ്പെട്ടു പോകുന്നുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന നമുക്കാണ് ആ മാന്യത കുറവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറി നിന്ന് ജനം അംഗീകരിക്കത്തക്ക രീതിയിൽ നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്, ആ പ്രസംഗം പ്രതിഫലിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നിശ്ചയമായിട്ടും ഇടയന്മാരായ ശുശ്രൂഷകർക്ക് കഴിയും എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ വിളിച്ചു പറയുന്ന പ്രസംഗം, നിങ്ങൾ വിളിച്ചു പറയുന്ന വചനം അത് നിശ്ചയമായും ജനത്തിൻ്റെ ഇടയിൽ ക്രിയ ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നിമിത്തം ഇന്ന് വിശ്വാസികൾക്ക് സഭ എന്ന് പറയുന്നത് ശരിക്കും ഒരു അന്യപ്പെട്ട സ്ഥലമായിട്ടാണ് തോന്നുന്നത്. കാരണം
പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്നേഹമോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഒന്നും നടക്കുന്നില്ല. കാരണം അധർമ്മമൂർത്തിയുടെ വാഴ്ച ഇങ്ങനെയുള്ളവരിൽ കൂടെ അങ്ങ് പ്രത്യക്ഷമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് യാതൊരു സ്ഥാനവും ഇല്ലാതെ കൊണ്ട് ഇത് മൺമറിഞ്ഞു പോകുന്നതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് നന്നായി അധ്വാനിക്കേണ്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി അല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ളത് ഞങ്ങൾ ആരും അഭ്യർത്ഥിച്ചിട്ട് വന്നതല്ല. നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ടായി, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിളി കേട്ട് ഇറങ്ങിയവരാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നന്നായി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കൃപ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണസമയ സുവിശേഷ വേല എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ തന്നെ ദൈവത്തോട് കൃപ ചോദിച്ചു വാങ്ങിക്കുക. അതിലൊക്കെ അപ്പുറം പാസ്റ്റർ ഫിനി യോഹന്നാനും കുടുംബവും എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ സകലരും ഒരുപോലെ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കുമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് അങ്ങനെയെങ്കിൽ പാസ്റ്റർമാരായവർ, ഇടയന്മാരായവർ, ശുശ്രൂഷകരായവർക്ക് നിശ്ചയമായിട്ടും അതിലൂടെ മുന്നേറാൻ കഴിയുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു അനുഭവമാണ്. ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞ് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭയിൽ ഒരു വിശ്വാസി കടന്നു വന്നു, ഒരു പെൺകുട്ടിയാണ്. അവൾ തനിച്ച് തൻ്റെ മർത്തോമ കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ നിന്ന് പുറത്തു വന്നു പെന്തക്കോസ്തിൽ വന്നു ചേർന്നു. അപ്പോൾ ആ സഭയിൽ ചേരുന്ന ഒരു കുടുംബം വഴിയാണ് ഈ പെൺകുട്ടി വന്ന് വിശ്വാസത്തിൽ വന്നു ചേരുന്നതൊക്കെ. അപ്പോൾ ഈ പെൺകുട്ടിക്ക് കല്യാണ ആലോചന തുടങ്ങിയപ്പോൾ ഈ കുടുംബത്തോട് വന്ന് പറഞ്ഞു, അമ്മാമേ എനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ കുടുംബം ഞാൻ പെന്തക്കോസ്തിൽ പോയത് നിമിത്തം എനിക്ക് ഡൗറി ഒന്നും തരത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം 2-3 കല്യാണ ആലോചന ഒക്കെ വന്നത് അങ്ങനെ തട്ടിപ്പോയി. കാരണം ഡൗറി ഒന്നുപോലും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ തട്ടിപ്പോയ ചില അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ വളരെ സങ്കടത്തോടെ ഈ പെൺകുട്ടി വന്ന് ഈ കുടുംബത്തോട് പറഞ്ഞു, ഈ കുടുംബം നിമിത്തമാണ് ഇവൾ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിലെ ആൻറ്റി ചോദിച്ചു, നിനക്ക് എത്ര രൂപയാണ് ഡൗറി കൊടുക്കാൻ വേണ്ടത്? അപ്പോൾ ആ തുക പറഞ്ഞു, ഇത്രയും തുകയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ആൻറ്റി ഈ പെൺകുട്ടിയെ ബലപ്പെടുത്തി തിരിച്ചു വിട്ടു. അന്ന് രാത്രി എഴുന്നേറ്റ് ഈ ആൻറ്റി ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ അവൾക്കൊരു തക്ക തുണ നീ ഒരുക്കി കൊടുക്കണം, അതിനുള്ള ധനസഹായം എല്ലാം ചെയ്യണം, ഇത്ര രൂപയാണ് അവൾ നിന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നീ അത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദാഹത്തോടെ, വളരെ ആവശ്യത്തോടെ, വളരെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ ആൻറ്റി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ കല്യാണ ആലോചനക്കാർ വന്നു കണ്ടപ്പോൾ ചെറുക്കനും ഇഷ്ടപ്പെട്ടു, പെണ്ണിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണമൊക്കെ ഫിക്സ് ആക്കിയപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എത്ര തുക തരുമെന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടുകാർ ഒരു മുറിവുറപ്പും ഇല്ലാതെ, ഒരു തടസ്സമില്ലാതെ പറഞ്ഞു, ഇത്ര രൂപ ഞങ്ങൾ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണം ഫിക്സായി. അതൊരു സാക്ഷ്യമായി ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുവാൻ കാരണം ദൈവം ചെയ്ത പ്രാർത്ഥനയിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇടയന്മാരായി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്തെടുക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് കുറച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് പ്രസംഗിച്ച അതേ പ്രസംഗം, പണ്ടുണ്ടായിരുന്ന അതേ അനുഭവങ്ങളാണ് ഇന്ന് മിക്കവാറും പാസ്റ്റർമാർക്ക് പറയുവാനുള്ളത്. പണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പണ്ട് ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, പണ്ട് എനിക്കൊരു ഷർട്ടേ ഉള്ളായിരുന്നു, ആ ഷർട്ട് ഇട്ട് മാറി ഞങ്ങൾ ശുശ്രൂഷ ചെയ്തവരാണ്. ഇന്നും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവർക്ക് പറയാൻ ഇതേ അനുഭവങ്ങളല്ല, പുത്തൻ അനുഭവങ്ങളൊന്നുമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ദ്രവ്യത്തോട് എവിടെയോ ഒരു ആഗ്രഹം വന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നിമിത്തം ആ ദൈവിക അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്. ഇനിയും പച്ചയ്ക്ക് തുറന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് എനിക്ക് പറയുന്നതിലൊരു ലജ്ജയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുക, വിശ്വാസത്തിൽ ജീവിച്ചിട്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ വന്ന് സഭയിൽ പങ്കുവെക്കുമ്പോൾ നിശ്ചയമായും അതൊരു ഉണർവിൻ്റെ ആരംഭമായി തീരും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വീഴ്ച ആർക്കും സംഭവിക്കാം. ഒന്നാമത് മടങ്ങി വരേണ്ട ശുശ്രൂഷകരാണെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും സഹായിക്കട്ടെ. അങ്ങനെ ചോദിക്കുന്ന പാസ്റ്റർമാർക്ക് കൊടുക്കല്ലേ എന്നുള്ളൊരു പോളിസി ഉള്ളവനാണ് ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വൈഫ് കൊണ്ട് എടുത്തൊരു തീരുമാനം, 2006 മുതൽ ഇന്ന് വരെ ഞങ്ങൾ പാലിക്കുന്ന ഒരു തീരുമാനം, ഞങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക ആവശ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കത്തില്ല, ദൈവത്തോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. കാരണം ആരോടും ഞങ്ങൾ ചോദിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയാൽ 2006 മുതൽ ഇന്ന് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 19 വർഷമാകുന്നു ദൈവത്തിന് ഞങ്ങളെ നടത്താൻ പറ്റിയെങ്കിൽ, ദൈവദാസന്മാരെ, നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മറ്റാരോടും നിങ്ങൾ പറയില്ല. മിനിസ്ട്രിക്ക് സ്പോൺസറെ കണ്ടെത്തുവാൻ വേണ്ടി ആരുടെയും പുറകെ ഓടില്ല. അവിടെയൊക്കെ നമ്മൾ നാണം കെടുകയാണ് ചെയ്യുന്നത്. ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി ത്യാഗം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ത്യാഗം ചെയ്യേണ്ടി വരും. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങൾ കാണും. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, നീ ഒരു പാസ്റ്റർ മകനാണ്, മകളാണ്, നിൻ്റെ ആവശ്യങ്ങളെ നീ സാക്രിഫൈസ് ചെയ്യണം. പല ദൈവദാസന്മാർക്ക് പറ്റുന്ന പ്രശ്നം, അവർ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങും, പക്ഷേ കുഞ്ഞുങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? അവർക്ക് അവരുടെ നില വിട്ട് അവർക്കിതുപോലെ പണത്തിൻ്റെ പുറകെ ഓടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പാസ്റ്ററൽ കോളിങ്ങിനുള്ള വിളി ഒരു വ്യക്തിയുടെ മാത്രം വിളിയല്ല. ആ വ്യക്തിയുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരോടും ചേർന്ന് ഒരു കുടുംബം മുഴുവൻ സാക്രിഫൈസ് ചെയ്യേണ്ട
വിളിയാണെന്ന് മനസ്സിലാക്കി വേണം ഈ ശുശ്രൂഷയിൽ ഇറങ്ങുവാൻ. ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നത് അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുക. ഫുൾ ടൈം മിനിസ്ട്രി തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. കർത്താവ് അങ്ങനെ വിളിച്ചാൽ അങ്ങനെ ചെയ്യുക. പക്ഷേ അങ്ങനെ വിളിച്ചാൽ ആ വിളി വളരെ ശ്രേഷ്ഠമാണ്, വലുതാണ്, അതിന് കൊടുക്കേണ്ട വില വലുതാണെന്ന് മനസ്സിലാക്കി, മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കി, വേണമെങ്കിൽ പഴയ അപ്പച്ചന്മാർ പറയുന്നതിൽ മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ അതിനിറങ്ങാവുള്ളൂ. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കെട്ടുക. ആ വാക്യത്തെ പലപ്പോഴും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: യാഗപശുവിനെ കൊമ്പുകളോട് ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ ആ കയറിൻ്റെ ഒരു നീളമുണ്ട്, അത് വിട്ട പശുവിന് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല, ഞങ്ങളുടെ മറ്റ് ട്രസ്റ്റ് മെമ്പേഴ്സിൻ്റെ സിഗ്നേച്ചറോടുകൂടെ ഒരു നാമമാത്രമാകുന്ന ശമ്പളം മാത്രമാണ് ഞാൻ എൻ്റെ ചർച്ചിൽ നിന്ന് കൈപ്പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് വരെ കൃത്യതയോടുകൂടെ അത് പാലിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വീട്ടിലും വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവർ തരുന്ന സ്തോത്രകാഴ്ച ഞാൻ വാങ്ങിക്കത്തില്ല. അവർക്കതറിയാം, അവരെനിക്ക് തരത്തുമില്ല. കാരണം അവർക്കറിയാം അവരുടെ പാസ്റ്റർ വാങ്ങിക്കത്തില്ലെന്ന്. ഞങ്ങളുടെ ചർച്ചിൻ്റെ വീടുകളിൽ മാത്രമല്ല, പ്രത്യേകിച്ചും അവിശ്വാസികളുടെ വീടുകളിൽ പോയാൽ അവർ തരുന്നത് ഞങ്ങൾ വാങ്ങിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും തരുന്ന സംഭാവനകൾ സ്വീകരിക്കത്തില്ലെന്നല്ല. ആരോടെങ്കിലും പറയുകയാണ് ദൈവം ഞങ്ങളോട് സംസാരിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന അനുഭവങ്ങളുണ്ട്, ചർച്ചിൽ കൊണ്ടുവന്ന അനുഭവങ്ങളുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്ത ചില പോളിസികൾ, ഒരു ഹൗസ് വിസിറ്റിംഗ് നടത്തുമ്പോൾ, ഞങ്ങളുടെ ചർച്ചിലെ കോട്ടേജ് മീറ്റിംഗുകൾ നടക്കുമ്പോൾ, സെൽ പ്രയർ മീറ്റിംഗുകൾ നടക്കുമ്പോൾ പല വീടുകളിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ ആരോടും വാങ്ങത്തില്ല എന്ന ഉറച്ച തീരുമാനമെടുത്തു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ ദൈവദാസന്മാർക്കും ചെയ്യാൻ പറ്റും.